ഹായ്, തുടക്കം തൊട്ട് അവസാനം വരെയും ഒരേ മൂഡിൽ ത്രില്ലടിച്ചിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ബ്ലാക്ക് കോമഡി ക്രൈം ത്രില്ലർ ചിത്രത്തെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. എന്തായാലും സിനിമയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ഒന്ന് ശ്രമിക്കാം. പിന്നെ ഈ ഒരു സിനിമ എംസോൺ പരിഭാഷ നടത്തിയിട്ടുണ്ട്. പരിഭാഷ നമ്പർ എന്നുള്ളത് 1935 എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുനീർ കബീർ എന്ന് പറയുന്ന ആളാണ് സിനിമയുടെ പരിഭാഷയും നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി സിനിമയുടെ പേര് പറയാം. സിനിമയുടെ പേര് 1114. 2003 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ബ്ലാക്ക് കോമഡി ക്രൈം മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിന്റെ കഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചിത്രത്തിലെ ഒരു സുപ്രധാന കഥാപാത്രത്തെയാണ്. ആള് കുറച്ച് മദ്യപിച്ചിട്ടൊക്കെ ഉണ്ട്. ജാക്ക് എന്നാണ് ആളുടെ പേര്. എന്തായാലും അത് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്സിഡന്റലി ഒരാളെ ഇടിക്കുകയും ചെയ്യണം. അത് മദ്യപിച്ച് കാർ ഓടിച്ച് വരുന്ന വഴിയിൽ ഒരാളെ ഇടിക്കേണ്ടി വരികയാണ്. ശേഷം സ്പോട്ട് ഔട്ട് ആൾ മരിക്കുകയും ചെയ്തു. ഈ ആക്സിഡന്റ് നടക്കുന്ന ടൈം എന്നുള്ളതാണ് ടൈറ്റിൽ എന്നുള്ളത്. 11:40 എന്നുള്ളത്, അല്ലെങ്കിൽ 11:14 എന്ന് പറയുന്ന ആ ഒരു ടൈമിലാണ്, അർദ്ധരാത്രി ആ ഒരു ടൈമിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. ഇതേ ടൈമിൽ അല്ലെങ്കിൽ ഏകദേശം ഇതേ സമയത്ത് തന്നെ മറ്റു കുറച്ച് കഥാപാത്രങ്ങളും ഈ ഒരു പരിസരത്തൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അവരും ഈ ഒരു ആക്സിഡൻറ്റുമായിട്ട് എങ്ങനെ കണക്റ്റ് ആകുന്നു എന്നൊക്കെ തന്നെ വളരെ ത്രില്ലിംഗ് ആയിട്ട് കാണിച്ചു തരുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. ചിത്രത്തിൻ്റെ ലെങ്ത് എന്നുള്ളത് 1 മണിക്കൂർ 20 മിനിറ്റാണ്. ഈ ടൈം മൊത്തം നിങ്ങൾക്ക് അത്യാവശ്യം എൻ്റർടൈൻ ചെയ്ത് തന്നെ ഈ ഒരു ത്രില്ലർ ചിത്രം കണ്ടു തീർക്കാൻ സാധിക്കും എന്നുള്ളിടത്ത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. കാരണം ഇതിൻ്റെ തിരക്കഥയെ പറ്റി കേട്ടോ ആദ്യമേ പറയേണ്ടത്. ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു ടൈമിൽ തുടങ്ങി മുന്നോട്ട് പോകുന്ന ഒരു സിനിമയെന്ന് പറയാൻ സാധിക്കില്ല. മറിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 11:14 എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ടൈമിലാണ് ഈ സിനിമയ്ക്കുള്ളിലെ മൊത്ത കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ടൈമിലേക്ക് ഇങ്ങനെ കണക്റ്റ് ആകുകയാണ്. അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നോടിയായിട്ടൊക്കെ ചിലപ്പോൾ കുറച്ച് മിനിറ്റ് ആയിരിക്കും, കുറച്ച് സെക്കൻഡുകളായിരിക്കും. ഇതിനൊക്കെ മുന്നേ നടന്ന കുറച്ച് ഇൻസിഡൻസ് ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും തിരക്കഥ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആദ്യമേ എടുത്തു പറയേണ്ടത്. വളരെ എൻ്റർടൈനിങ് ആയിരുന്നു തിരക്കഥ എന്ന് പറയാൻ സാധിക്കും. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈമിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടക്കുന്നു. ശേഷം ഒരുപാട് ആളുകളെ നമ്മളിലേക്ക് കാണിച്ചു തരികയാണ്. എന്നിട്ട് അവരും ഈ ഒരു ടൈമിലെ ഈ ഒരു ആക്സിഡൻറ്റുമായിട്ട് എങ്ങനെ കണക്റ്റ് ആകുന്നു എന്നൊക്കെ റൈറ്റിങ്ങിലൂടെ കൊണ്ടുവന്നത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. സോ നമുക്കൊരു പുതുമയാർന്ന ഒരു ചിത്രം കാണുന്നു എന്നുള്ള ഒരു ഫീൽ ഈ ഒരു സിനിമ നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. തീർച്ചയായിട്ടും തിരക്കഥാകൃത്ത് ഗംഭീരമാക്കി തന്നെ സ്റ്റോറിയെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടാതെ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് വർക്ക് എന്നുള്ളൊരു കാര്യവും എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നല്ലൊരു എഡിറ്ററെ കൊണ്ട് മാത്രമേ ഈ ഒരു സിനിമയൊക്കെ തന്നെ ഇംപ്രസീവായി സ്ക്രീനിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. കാരണം പ്രസൻറ്റ് ഫ്ലാഷ് ബാക്ക് ആ ഒരു രീതിയിലാണ് സിനിമ മൊത്തം സഞ്ചരിക്കുന്നത്. യാതൊരു കൺഫ്യൂഷനും സൃഷ്ടിക്കാതെ പക്ക ഇൻട്രസ്റ്റിംഗ് ആക്കി ആ ഒരു കഥയെ സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ചിത്രത്തിലെ പ്രകടനങ്ങളെല്ലാം തന്നെ മികച്ചു നിന്നിട്ടുള്ള ഒരു ചിത്രമാണ്. ബേസിക്കലി ഒരു കഥാപാത്രത്തെ ഫോക്കസ് ചെയ്തു പോകുന്ന സിനിമയല്ല. ഈ സിനിമയ്ക്കുള്ളിൽ വരുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഒരു കഥാപാത്രമാണ് മേലെ, അതിന് താഴെയാണ് ഇന്ന കഥാപാത്രം, അതൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഈക്വൽ സ്പേസ് ആണ് ചിത്രത്തിനുള്ളിലുണ്ടായിരുന്ന. വന്നിരിക്കുന്ന എല്ലാ താരങ്ങളും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ടെക്നിക്കലി ബാക്കിയുള്ള സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്കൊക്കെ ഗംഭീരമായിരുന്നു. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്യാമറ കാഴ്ച കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പറയുമ്പം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ കാണണമെങ്കിൽ ധൈര്യമായിട്ട് പോയി കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് 11:14 എന്നുള്ളത്. പിന്നെ ഈ ഒരു സിനിമ നിങ്ങൾ കാണാൻ പോകുമ്പോൾ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പോവുക. കാരണം ചെറിയ തോതിൽ 18+ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചിത്രത്തിനുള്ളിലുണ്ട്. സോ ഫാമിലിയൊക്കെ ആയിട്ട് കാണണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളെ മുഷിപ്പി അടിപ്പിക്കാത്ത ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ത്രില്ലർ ചിത്രം തന്നെയായിരിക്കും ഇത്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു ഏറ്റവും കുറഞ്ഞ 7/10 ആണ് നൽകുന്നത്. 10/7. തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവച്ചേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.